നമസ്കാരം. സ്പോർട്സ് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സഞ്ജു സാംസണാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. അത് പല കാലങ്ങളിലും സഞ്ജു തന്നെയായിരുന്നു. അത് മലയാളികൾക്ക് പ്രതീക്ഷയും നിരാശയും നൽകുന്നൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ സഞ്ജുവിനെ തഴയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സജീവമായി മാറിയിരിക്കുന്നത്. അതുതന്നെയാണ് സ്പോർട്സ് ടോക്കിൻ്റെയും വിഷയം. എന്നീ വിഷയത്തിൽ നമ്മളോടൊപ്പം രുചീഷ് വി രവീന്ദ്രനും കൂടി സംസാരത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. രുചീഷ്, സഞ്ജുവിനെ തഴയുന്നു എന്നതിൽ അത് ഇനിയൊരു മനഃപൂർവ്വമായ താഴ്ചയിലാണെന്നൊരു തുറന്നു പറച്ചിൽ മാത്രമല്ലേ അവശേഷിക്കുന്നു? തീർച്ചയായും എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. കാരണം ഇനി സെലക്ടർമാർ സമ്മതിച്ചാൽ മാത്രം മതി. എന്താ കാരണം കൊണ്ടാണ് തഴയുന്നത് എന്ന് മാത്രം സമ്മതിക്കുക എന്നത് മാത്രമാണ് ബാക്കിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏതെങ്കിലും തരത്തിൽ മലയാളികൾ പറയുന്നതോ അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആരാധകർ പറയുന്നതോ സഞ്ജുവിൻ്റെ കളിക്കുന്ന ടീമുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പറയുന്നതോ തരത്തിലല്ല ഇപ്പോഴത്തെ ചർച്ച. അത് ഹർഷ ഭോഗലെ അടക്കമുള്ള ആളുകൾ, അത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഉള്ളറകൾ അറിയാവുന്ന ക്രിക്കറ്റ് വിദഗ്ധരായ ആളുകൾ അത് തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അത് തഴയുന്നു എന്നത് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഫോമിലുള്ളൊരു താരത്തെ, ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചിരുന്ന ഒരു ടോപ്പ് ഓർഡർ ബാറ്ററെ വീണ്ടും മധ്യനിരയിൽ പരീക്ഷിക്കുന്നു. വീണ്ടും ആ ഒരു ടെമ്പോ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്ത് ആക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും രുചീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓർഡർ മാറ്റി പരീക്ഷിക്കുക, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും സഞ്ജുവിനെ ഒഴിവാക്കാൻ വേണ്ടി കളിപ്പിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള വിമർശനമാണ്. പക്ഷേ അതിലൊക്കെ തന്നെ സഞ്ജു മറുപടിയെ സഞ്ജു മോഹൻലാൽ സാംസൺ എന്ന ഒരു ടാഗ് വരികയും ചെയ്തു. സഞ്ജു തന്നെ അത് പറയുന്നുണ്ട്. ഏത് ഓർഡറിലും കളിക്കാൻ താൻ പ്രാപ്തനാണ്, ഏത് ഓർഡറിലും ഞാൻ കളിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഓർഡറിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ടോപ്പ് ഓർഡറാണോ മിഡിൽ ഓർഡറാണെന്ന് പറഞ്ഞ് അങ്ങനെ തടയാൻ കഴിയുമോ? ഇനി അത് സഞ്ജു ആ രീതിയിൽ പറയുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ ഒരുപക്ഷെ ഏത് താരത്തിനും പ്രചോദനമാണ്. കാരണം ഇത്രമാത്രം തിരിച്ചടി നേരിട്ടിട്ട് പോലും അദ്ദേഹം അതിനെ മറികടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ സഞ്ജു ഏത് തരം ബാറ്ററാണെന്ന് ചോദിച്ചാൽ ഈ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അദ്ദേഹത്തെ പറയാൻ സാധിക്കും, അദ്ദേഹം ടോപ്പ് ഓർഡറിന് പറ്റിയ ബാറ്ററാണ് എന്ന് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ കരിയർ ഉടനീളം നമുക്ക് പരിശോധിക്കാം. വേണമെങ്കിൽ IPLൻ്റെ ചരിത്രത്തിൽ ടോപ്പ് 3-ൽ 3-ാം നമ്പർ ബാറ്റിങ്ങിൽ ആ ഓർഡറിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സുരേഷ് റെയ്നയാണ്. തൊട്ട് താഴെ അതിൻ്റെ പകുതിയോളം മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു സാംസന്റെ പേര് കാണാം. ഏറ്റവും രസകരമായ കാര്യം, വിരാട് കോഹ്ലി സഞ്ജു സാംസണേക്കാൾ ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ റൺസ് സഞ്ജുവിനേക്കാൾ കുറവാണ്, ശരാശരി കുറവാണ്, സ്ട്രൈക്ക് റേറ്റ് കുറവാണ്. അതായത് IPLൻ്റെ ചരിത്രം നമുക്കറിയാം, 18 വർഷമായി തുടരുന്നു. ലോകത്തിലെ ഇതിഹാസ താരങ്ങൾ കളിച്ച ഒരു ലീഗാണ്. അവിടെ നിങ്ങൾക്ക് ഇപ്പോഴും ആ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച രണ്ടാമത്തെ താരം സഞ്ജു സാംസണാണ്. അയാൾ ഇനി ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ ആണോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയത്തിൻ്റെ കാര്യമില്ല. ഇനി ഇന്ത്യൻ ടീമിൻ്റെ ഇതെടുത്താൽ, ഇന്ത്യൻ ടീമിലെ അവസാനത്തെ 15 ഇന്നിങ്സ് മാത്രം പരിശോധിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് 3 സെഞ്ചുറി കാണാം സഞ്ജുവിൻ്റെ പേരിൽ. തുടർച്ചയായി 2 സെഞ്ചുറി അടിച്ച അവസരങ്ങളുണ്ട്. നമുക്ക് ആ 3 സെഞ്ചുറി വന്നത് 5 ഇന്നിങ്സിലാണ്. അദ്ദേഹം സ്ഥിരതയുള്ള താരമാണോ എന്ന കാര്യത്തിലൊന്നും ഇനിയൊരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. സ്ഥിരതയുമായി മാത്രമല്ല, സഞ്ജുവിനെ ഒഴിവാക്കി കളിപ്പിക്കുന്ന മറ്റു താരങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം, ശുഭ്മാൻ ഗില്ലിനെ കളിപ്പിച്ചേ മതിയാകൂ എന്ന് ആർക്കൊക്കെ വാശിയുള്ള പോലെയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ തോന്നും. കാരണം ശുഭ്മാൻ ഗിൽ മികച്ച താരമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം 2020-ക്ക് പറ്റിയ താരമാണോ എന്ന് ചോദിച്ചാൽ സഞ്ജുവോളം അല്ല എന്ന് പറയേണ്ടി വരും. അതാണ് റെക്കോർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു താരത്തെ കളിപ്പിക്കാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ടെസ്റ്റിൻ്റെ ക്യാപ്റ്റനാണ്, ഏകദിനത്തിൻ്റെ ക്യാപ്റ്റനാണ്. 2020-ൽ ടോപ്പ് ഓർഡറിൽ ശുഭ്മാൻ ഗിൽ വേണമോ സഞ്ജു വേണമോ എന്ന ചോദ്യത്തിലാണെങ്കിൽ അത് റെക്കോർഡ് വെച്ചാണെങ്കിൽ അത് സഞ്ജുവിന് തന്നെ അവകാശപ്പെട്ടതാണ്. അത് ഒരു സമയത്ത് നിങ്ങൾക്ക് അവസരം കിട്ടിയില്ല, ഏതോ ഒരു സമയത്ത് നിങ്ങൾക്ക് അവസരം കിട്ടി. ആ അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചു, തുടരെ സെഞ്ചുറികൾ അടിക്കുന്നു, നിങ്ങൾ ടീമിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു താരത്തെ വെറുതെ എന്തിന് മാറ്റി നിർത്തണമെന്ന ചോദ്യം അത് ഉയരുമ്പോൾ അതിന് കൃത്യമായി ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മറുപടി നൽകാൻ സെലക്ടർമാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എനിക്ക് തോന്നുന്നത്, സഞ്ജു ഈ കളിച്ചതൊക്കെ ഈ സമ്മർദ്ദ ഘട്ടത്തിലാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ 19 വയസ്സിൽ അരങ്ങേറി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 31ാമത്തെ പിറന്നാൾ കഴിഞ്ഞു. പക്ഷേ ഇതിനിടയിൽ എത്ര മത്സരം കളിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ കരിയർ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് നിരാശ തോന്നും. ഈ മനുഷ്യനെ ഇത്ര മാത്രം ഉപയോഗിച്ചുള്ളൂ എന്ന കാര്യത്തിൽ. അത് നമുക്ക് തോന്നുന്നത് അത് സഞ്ജുവിൻ്റെ നഷ്ടമല്ല, അത് ഇന്ത്യയുടെ നഷ്ടമായി മാറും എന്നാണ് തോന്നുന്നത്. മധ്യനിരയിലേക്ക് സഞ്ജു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നായിരിക്കും? സഞ്ജു ഈ പറയുന്നത് പോലെ അദ്ദേഹം ഏത് തരത്തിലും ബാറ്റ് ചെയ്യാൻ തയ്യാറുള്ള താരമാണ്. സഞ്ജു ടീമിൽ വേണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിലൊരു തർക്കവുമില്ല. സഞ്ജു ആണ് ഇന്ത്യൻ ടീമിൽ നിലവിലുള്ള 2020-ൽ ഏറ്റവും ആപ്റ്റായ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ സഞ്ജുവിൻ്റെ ഒരു പകരക്കാരനായി ജിതേഷ് ശർമ്മയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു. അതുകൊണ്ടാണ് ഈ മധ്യനിരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ആശങ്ക നമുക്ക് അതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ജിതേഷ് ശർമ്മയെ ടീമിലെടുക്കുക എന്നത് ഒരു ആവശ്യമായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും മികച്ച ബാറ്റർ അവിടെയുണ്ട്,
പക്ഷേ എങ്ങനെയെങ്കിലും അയാളെ പുറത്താക്കണം എന്നൊരു ശ്രമം. പിന്നെ ഈ മധ്യനിരയിലേക്ക് സഞ്ജുവിന് ഇനി പ്രതിഷ്ഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന കാര്യം. സഞ്ജു നേരത്തെ മധ്യനിരയിൽ കളിച്ചു എന്നതുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ പറയുന്നത്. നമ്മൾ മുൻകാല താരങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ മൈറ്റിയോസിന്റെ ആ തുടക്കകാലത്തൊക്കെ ആദം ഗിൽക്രിസ്റ്റ് മധ്യനിരയിൽ കളിച്ചിട്ടുണ്ട്. നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ മധ്യനിര താരമായിരുന്നു. വീരേന്ദ്ര സെവാഗ് മധ്യനിര താരമായിരുന്നു. അവരുടെ കരിയർ എങ്ങനെയാണ് അവസാനിച്ചത്? അവർ ഏറ്റവും ഡിസ്ട്രക്റ്റീവായ ബാറ്റർമാരിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരായ ആ രീതിയിലാണ് അവരുടെ കരിയർ അവസാനിച്ചത്. സഞ്ജു അങ്ങനെ കരിയർ അവസാനിക്കേണ്ട ഒരു താരമാണ്. ആ തരത്തിൽ മാറിയ ഒരു താരമാണ്. ഇനി അദ്ദേഹത്തെ വീണ്ടും മധ്യനിരയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഈ ക്രിക്കറ്റിന്റെ തുടക്കത്തിലെ ഓവറുകൾ, പവർ പ്ലേ ഓവറുകൾ, ആ ഓവറുകളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള, ഏറ്റവും നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളെ തന്നെയാണ് പരീക്ഷിക്കുക. എല്ലാവരും അതാണ് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് അങ്ങനെ 180+ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അയാളെ മധ്യനിരയിൽ കളിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. എന്താണ് ഇതിൽ ഇനി പറയേണ്ടത്? ഈ സെലക്ടർമാർ തന്നെയാണ്. കാരണം നിങ്ങൾ ഒരാളെ നശിപ്പിച്ചുകൊണ്ട് പുറത്താക്കുകയാണോ എന്ന കാര്യത്തിൽ സെലക്ടർമാർ തന്നെ മറുപടി പറയേണ്ടി വരും. പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സഞ്ജു തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ആയിരക്കണക്കിന് ആരാധകർക്കും ക്രിക്കറ്റ് പ്രേക്ഷകർക്കും ഒക്കെ ആവേശമായി മാറട്ടെ. അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളെ നേരിട്ട് തിരിച്ചു വന്ന തിരിച്ചുവരവ് ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സഞ്ജുവിൻ്റെ ആ കരിയറും നിരവധി പേർക്ക് പ്രചോദനമായി മാറട്ടെ എന്ന് സ്പോർട്സ് ടോക്കും പ്രതീക്ഷിക്കുന്നു.